പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്ന് വലിയവനായ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെറു മെസ്സേജ് വാട്സാപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ദയവായി ഈ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ശിഷ്യന്മാരോട് പറയുന്ന ആ വാക്യത്തിൻ്റെ അകത്ത് നിന്ന് പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം ഓരോ ശിഷ്യന്മാർക്കും ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതിൻ്റെ അകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നുവോ അവിടെ ആയിരിക്കും നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് നന്നായിട്ടറിയാം. അവൻ്റെ നിലവുകളും അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും അവൻ്റെ നിഷ്കളങ്കത്വവും ഹൃദയ ദൃഷ്ടിയും ഹൃദയത്തിൻ്റെ നിർമ്മലതയും ഒക്കെ എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ദോഷമുള്ളതെന്ന് ദൈവം നന്നായിട്ട് അറിഞ്ഞു. അപ്പോൾ ആ ദൈവം ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം നന്നായിട്ട് അറിയാമെന്ന ദൈവം പറയുന്നു, നിങ്ങളുടെ നിക്ഷേപിക്കുന്ന ഇടം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം ഇരിക്കുക. തീർച്ചയായും മനുഷ്യൻ്റെ ഹൃദയം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പിശാച് ഒരുക്കുന്ന കെണിയിൽ പെട്ടെന്ന് വീഴുവാനുള്ള ഒരു മനോഭാവം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ട് എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം എവിടെ ഇരിക്കുന്നുവോ അതിനനുസരിച്ചാണ് ദൈവീക അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുന്നത്. ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതയോടും ദൈവത്തിനിരിക്കുന്ന സിംഹാസനമായി നിങ്ങളുടെ ഹൃദയവും മാറിക്കഴിഞ്ഞാൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവചനാധിഷ്ഠിതവും ദൈവവചനത്തിൽ ഉതകുന്നതുമാണ് എങ്കിൽ അത് തീർച്ചയായും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന് കാരണമായി മാറുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എന്ന് ഞാൻ ഇവിടെ ഒരു ദൂത് നിങ്ങളോട് അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുക, അത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ആ ഹൃദയം വേറെ എങ്ങും പോയി പറിച്ചു നടരുത് എന്ന് പറഞ്ഞാൽ ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു അനുഭവമല്ല ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിന്നെയോ ഹൃദയത്തിൻ്റെ അകത്ത് നാം എന്തിനു സ്ഥാനം കൊടുക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും ഞാൻ നിങ്ങളോട് ഈ വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയം എന്താഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയം എന്തായി മാറുന്നു, അതാണ് നമ്മുടെ സ്വഭാവമായി വെളിപ്പെടുന്നത്. അതാണ് നിക്ഷേപം എന്ന് പറയുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ എന്ത് നിക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. ചിലടത്ത് കോപമായിരിക്കും, ചിലടത്ത് ശാഠ്യമായിരിക്കും, ചിലടത്ത് ദ്വന്ദ്വപക്ഷമായിരിക്കും, ചിലപ്പോൾ മുഖഭാവമായിരിക്കും, അതിന് ചിലടത്ത് അനീതികളായിരിക്കും. അല്ല, ചില ഹൃദയത്തിൽ നല്ല സ്വഭാവം ഉണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, താഴ്മയുണ്ടായിരിക്കും, വിനയമുണ്ടായിരിക്കും, ക്ഷമിക്കുവാനുള്ള മനോഭാവം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതായിരിക്കും അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സ്വഭാവങ്ങൾ, സവിശേഷതകളൊക്കെ നമുക്കതിൻ്റെ അകത്ത് നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നാം നിക്ഷേപിച്ചിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഇവിടെ വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ സമ്പാദ്യം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വണ്ണം ഏറ്റവും ചെറുതായിരുന്നാലും അതിൻ്റെ കാരണം വലിപ്പത്തിലല്ല പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മോട് ചോദിച്ചാൽ
അതിന് ഉത്തരം വളരെ ലളിതമാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മെ വിലക്കി യേശുവിനോടുള്ള നമ്മുടെ അനുസരണത്തിന് വിഘാതമായി നമ്മുടെ സമ്പാദ്യങ്ങൾ നിലകൊള്ളുന്നു എങ്കിൽ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യ ഹൃദയം ഏതെങ്കിലും ഒരു നിക്ഷേപത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് യേശു നന്നായിട്ടറിയാം. അതുകൊണ്ട് മനുഷ്യനൊരു നിക്ഷേപം ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവഹിതം തന്നെയാണ്. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയത്തിന് സ്വഭാവനയുള്ള ആവശ്യങ്ങളെ യേശു ഇല്ലായ്മ ചെയ്യുന്നില്ല. സമ്പാദ്യം, മഹത്വം, പുകഴ്ച ഇവയെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അതിന് ഉത്തമമായ ലക്ഷ്യങ്ങൾ യേശു നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവമഹത്വം, ക്രൂശിലുള്ള പുകഴ്ച, സ്വർഗീയ നിക്ഷേപം, ഈ നിക്ഷേപങ്ങളെ അന്വേഷിക്കേണ്ടത് ഭൂമിയിലല്ല, അത് സ്വർഗത്തിലത്രേ എന്ന് നമുക്കിവിടെ ദർശിപ്പാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നത് എന്താകണം? നമ്മുടെ സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വിധേയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഇഷ്ടമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ, ഏതേൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവവുമായി ഒന്നിച്ചു വാണ ആ ആദാമ്യ പർദൂസ്യ ബന്ധത്തിലേക്ക് നമ്മെ ക്രിസ്തുവുമായുള്ള ബന്ധം, ഈ സ്വർഗീയ പർദീസ, ഈ ആത്മീയ പർദീസ, സ്വർഗരാജ്യത്തിൻ്റെ പർദീസയിലേക്ക് നിലനിർത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, ഇനി ഒരിക്കലും നിങ്ങളുടെ നിക്ഷേപം ഒരിക്കലും ഈ ലോകത്തിനുള്ളതല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപം ഇരിക്കേണ്ട ഉയരങ്ങളിലുള്ള ആ നന്മകളുടെ ആധിപത്യമായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വാഴേണ്ടതെന്ന് ശിഷ്യന്മാരോട് പറയുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.